കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തളി വടക്കുംപാട് സ്വദേശി KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. വളരെ ദുഃഖത്തോടുകൂടി ഒരു നിമിഷത്തിലേക്ക് നിൽക്കുന്നത്. കലാധരനും ഒരമ്മയും ഉഷയും 2 കുട്ടികളും മരിച്ച നിലയിൽ കാണുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. SP വരുന്നുണ്ട്. SP വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ. മറ്റ് പ്രത്യക്ഷത്തിലുള്ള കാരണങ്ങളൊന്നും നാട്ടുകാരെ സംബന്ധിച്ചിട്ട് അറിയില്ല. അതായത് വളരെ ദുഃഖകരമായ ഒരു സന്ദർഭമാണിപ്പോൾ. വിശദാംശങ്ങൾ നൽകാനായി ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ബിജീഷ്, എന്താണ് സംഭവിച്ചത്? നാട്ടുകാരെന്താണ് പറയുന്നത്? പോലീസ് സ്ഥലത്തെത്തിയില്ലേ? പോലീസ് എന്താണ് പറയുന്നത്? ഇതിനകത്ത് ജീന, ഇതിപ്പോ രാമന്തളി വടക്കുംപാടാണ് ഈ സംഭവം നടന്നത്. രാത്രി 8 മണിയോടുകൂടിയാണ് കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ വീട്ടിനകത്ത് കണ്ടെത്തിയത്. കലാധരൻ, അതുപോലെ തന്നെ അമ്മ ഉഷ, മക്കളായിട്ടുള്ള ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. ഈ കലാധരൻ ഒരു പാചക തൊഴിലാളിയാണ്. അമ്മ വീട്ടു ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ മക്കള്, ഒരാള് 5 വയസ്സാണ് ഹിമയ്ക്ക്, മറ്റേ കണ്ണൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ 2 വയസ്സും. ഈ കുട്ടികൾ കലാധരന്റെ കൂടെയാണ്. കലാധരനും ഭാര്യയുമായിട്ട് കുറച്ചു നാളായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ കോടതിയിൽ നിന്ന് കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിടുന്നവരിൽ ഉത്തരവ് വന്നതായി പറയപ്പെടുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് അയൽവാസികൾക്കും അറിവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ മരണകാരണം എന്നതിനകത്ത് ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് ഈ കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ദുരന്തം ഉണ്ടായത്. അതായത് അമ്മയ്ക്കൊപ്പം മക്കളെ വിടുന്നതിലെ മനോവിഷമമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് അനുമാനിക്കാൻ കഴിയുമോ? പോലീസ് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ടോ? പ്രാഥമികമായിട്ട് അങ്ങനെയുള്ളതാണ് വിവരം ലഭ്യമാകുന്നത്. പോലീസ് ഇക്കാര്യത്തിനകത്ത് ഇതുവരെ അങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിച്ച് പറയുന്നില്ല. പക്ഷെ നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു വിവരം അത്തരത്തിലുള്ളതാണ്. പോലീസ് എന്തായാലും ഇതിനകത്ത് പരിശോധനയും മറ്റു കാര്യങ്ങളും നടത്തിയ ശേഷം ഇതിനകത്ത് ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരി, ബിജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കലാധരനും അമ്മ ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു. മക്കളെ ഭാര്യയുടെ ഒപ്പം വിടാനായിരുന്നു കോടതിയുടെ ഉത്തരവ് വന്നത്. പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നതായി കാണുന്നത്. കൃത്യമായ ഇതിനുള്ള കാരണം എന്താണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല.